ലൈൻ പദ്ധതിക്ക് ബദലായി RRTS മാതൃകയിൽ അതിവേഗ റെയിൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ തുടർന്ന് സർക്കാർ റാപ്പിഡ് റെയിൽ അനുമതി തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് കത്തയച്ചു. DPR തയ്യാറാക്കാനുള്ള ഫണ്ട് തേടിയാണ് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കത്തയച്ചത്. വിവരങ്ങളുമായി വിനീഷ് തലസ്ഥാനത്ത് നിന്ന് ചേരുന്നു. വിനീഷ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്തു, അല്ലെങ്കിൽ അത് കേന്ദ്രം ആ ഒരു പദ്ധതിക്ക് തടയിടുകയായിരുന്നു. അങ്ങനെ വരുത്താനുള്ള ഒരു ശ്രമം തന്നെയാണോ ഈ പുതിയ നീക്കത്തിന് പിന്നിലും? തീർച്ചയായിട്ടും ആദ്യം കേരയിൽ പിന്നെ സിൽവർ ലൈൻ എല്ലാം തന്നെ പദ്ധതികൾ സംസ്ഥാന സർക്കാരിന്റെ പാളിയ സാഹചര്യത്തിലാണ് പുതിയ റാപ്പിഡ് റെയിൽ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടെത്തുന്നത്. ഏറ്റവും പ്രധാനം എന്ന് പറയാൻ സാധിക്കുക, കഴിഞ്ഞ ഈ ഫെബ്രുവരി 3-ാം തീയതിയാണ് മന്ത്രിസഭാ യോഗത്തിൽ ഈ റാപ്പിഡ് റെയിലുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത്. അതിവേഗമായി നടപടികൾ പൂർത്തീകരിക്കുന്നു. ഈ മന്ത്രിസഭാ യോഗ തീരുമാനം കൈക്കൊണ്ടതിന് പിന്നാലെ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ ഉടനടി സംസ്ഥാനത്ത് ചെയ്തു തീർക്കേണ്ട നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യുന്നു. തൊട്ടു പിന്നാലെ 10 ദിവസത്തിലധികം പിന്നിടുമ്പോൾ തന്നെ കേന്ദ്രത്തിന് കത്ത് നൽകുന്നു. കേന്ദ്രത്തിന് കത്ത് നൽകിക്കൊണ്ട് ഈ DPR തയ്യാറാക്കാനുള്ള അനുമതി തേടിക്കൊണ്ടാണ്, ഈ റാപ്പിഡ് റെയിലിൻ്റെ DPR നടപ്പിലാക്കാനുള്ള അനുമതി തേടിക്കൊണ്ടാണ് കേന്ദ്രത്തിന് കത്ത് നൽകിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര ധനകാര്യ വകുപ്പിനാണ്, ധനകാര്യ മന്ത്രിക്കാണ് മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുന്നത്. ഉടനെ തന്നെ DPR നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്രത്തിന് കത്ത് അനുവദിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വിശദീകരിക്കവേ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയാണ് റാപ്പിഡ് റെയിൽ എന്ന പദ്ധതിക്ക് ആദ്യഘട്ട തുടക്കം കുറിക്കുന്നത് എന്ന് മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളെ അറിയിക്കുകയുണ്ടായി. അതിനുശേഷം 2-ാം ഘട്ടം, 3-ാം ഘട്ടം, അങ്ങനെ 3 ഘട്ടമായാണ് ഈ റാപ്പിഡ് റെയിൽ കേരളത്തിലാകമാനം എത്തിക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാർ നടത്തുന്നത്. പക്ഷേ ഈ പദ്ധതിയുടെ ഒരു നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ കേരളയിൽ വന്ന സാഹചര്യത്തിൽ മുതൽ തന്നെ ജനങ്ങൾ എതിരായി നിൽക്കുന്ന ഒരു ഘട്ടമുണ്ടാകുന്നു. പ്രത്യേകിച്ച് ജനങ്ങളുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ ഭൂമികൾ ആരോടും കേൾക്കാതെ തന്നെ സർക്കാർ സംവിധാനത്തിലൂടെ കേരളത്തിൻ്റെ നടുക്കുകൂടി മുറിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിക്ക്, ഒരു റെയിൽ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ച് BJPയും കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ അന്ന് കേരളിനെ എതിർക്കുന്ന സാഹചര്യമുണ്ടായി. അതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും റാപ്പിഡ് റെയിൽ എന്ന പ്രോജക്റ്റുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തുന്നത്. അത് ഉടനടി ഏറ്റവും അതിവേഗ നടപടിക്രമങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് അത്തരത്തിൽ തിടുക്കം പിടിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫെബ്രുവരി 3-ന് നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം ആദ്യഘട്ടത്തിൽ കൈക്കൊള്ളുന്നതും അന്ന് തന്നെ അതിൻ്റെ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ അതിൻ്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ DPR തയ്യാറാക്കാൻ വേണ്ടി ഉള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നു. അതിനുശേഷം ഈ DPR നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ചെലവ് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ധനകാര്യ മന്ത്രിക്ക് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കത്തയക്കുകയാണ്. അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി നേരിട്ട് കത്തയച്ചിട്ടുള്ളത് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും സംസ്ഥാന സർക്കാർ ധൃതി പിടിച്ച് എങ്ങോട്ടാണ് പോകുന്നത്? പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ തങ്ങൾ ഇത്തരം പദ്ധതികൾ നടത്താൻ പോകുന്നു, ഇത്തരം പദ്ധതികളുടെ തുടർച്ചയ്ക്ക് സംസ്ഥാനത്ത് വീണ്ടും ഇടതുപക്ഷം വരണമെന്ന ഒരു പ്രചരണം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഈ അവസാന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പദ്ധതികളുമായി പൊടിതട്ടി സംസ്ഥാന സർക്കാർ രംഗപ്രവേശനം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. രാഖി. ശരി വിനീഷ്, എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഘട്ടത്തിൽ സർക്കാർ പലതരത്തിലുള്ള അടവുകളും നാടകങ്ങളും ഒക്കെയായി മുന്നിട്ട് ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സിൽവർ ലൈൻ പദ്ധതിക്ക് ബദലായി RRTS മാതൃകയിൽ അതിവേഗ റെയിൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തിവരുന്നത്. ഈ പദ്ധതികളൊക്കെ വന്നാൽ നല്ലത് തന്നെയാണ്. പക്ഷേ ഈ അനുമതി തേടുക, പിന്നീട് പറയുക കേന്ദ്രം തടഞ്ഞു, അതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് പൊറാട്ട് നാടകം കളിക്കുമ്പോഴാണ് പ്രശ്നം എന്നുള്ളതാണ്. അതായത് ഇനിയിപ്പോൾ ഈ വിജ്ഞാപനമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. അപ്പോൾ സമയം കഴിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണം കൂടി കേൾക്കേണ്ടി വരും എന്നുള്ളതാണ്.